ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യയായിരുന്നു ആ മാന്യ വനിത. പെട്ടെന്നുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് ഭർത്താവ് മരിച്ചു. താമസിയാതെ ഭാര്യ രോഗിയായി. ഒരു മേജർ ഓപ്പറേഷന് അവൾ വിധേയയാകേണ്ടി വന്നു. ആ ഓപ്പറേഷൻ മൂലം തുടർമാനമായ 2 ഓപ്പറേഷനും കൂടി ആവശ്യമായി വന്നു. ചികിത്സയ്ക്ക് വേണ്ടി കിടപ്പാടം കൂടി അവർ വിറ്റു. ആശുപത്രിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ 2 ആൺമക്കൾ കുടുംബമായി എത്തിയിരുന്നു എന്നത് ഒരാശ്വാസമായിരുന്നു. ചില നാളുകൾക്കുള്ളിൽ വിശ്രമത്തിലായിരുന്ന അവരുടെ മാതാവ് മക്കളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. അവർക്കൊരു സഹോദരനും സഹോദരിയും ഉണ്ടായിരുന്നു. അവരും ഹതഭാഗ്യയായ ആ സ്ത്രീയെ സ്വീകരിപ്പാൻ തയ്യാറായില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സാധാരണമാണ്. അങ്ങനെ ഇരിക്കെ അവരുടെ ദേശത്ത് തന്നെയുള്ള ഒരു സഭയിലെ പാസ്റ്റർ ആ വിധവയുടെ ദുരവസ്ഥ അറിഞ്ഞ് അവരെ തൻ്റെ വീട്ടിൽ ചേർത്തുകൊണ്ടു. ആ വീട്ടുകാരുമായി ഇടപഴകിയും സംസാരിച്ചും നേരം ചിലവഴിച്ച അവർ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും സ്വന്തം കർത്താവുമായി സ്വീകരിച്ചു. ആ രക്ഷയുടെ സന്തോഷത്തിൽ അവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഈ കഷ്ടതയുടെ പാത ഒരുക്കിയ കർത്താവിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങൾ മുമ്പ് കുടുംബമായി ഒരു സഭയുടെ അംഗമായിരുന്നു. അന്ന് ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയായി തീർന്നിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു മതത്തിലായിരിക്കുന്നില്ല. മോക്ഷമാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ മാർഗം എൻ്റെ മുമ്പിൽ തുറന്നു തന്നത് എൻ്റെ ജീവിതത്തിലെ ദുരവസ്ഥയാണ്. എൻ്റെ മക്കളും എൻ്റെ സഹോദരനും സഹോദരിയും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ നേരെ സഹായത്തിൻ്റെ കൈ നീട്ടുവാൻ അവർ കൂട്ടാക്കിയില്ല. അവരുടെ നിഷ്കരുണമായ പ്രവൃത്തി എന്നെ മുറിപ്പെടുത്തിയില്ല. കാരണം എൻ്റെ ആയകാലത്ത് പലരുടെ മുമ്പിലും കൈ തുറക്കാതെ ഞാനും മുഖം തിരിച്ചിട്ടുണ്ടല്ലോ. വിതച്ചത് കൊയ്യും എന്നാണല്ലോ തിരുവെഴുത്ത് പറയുന്നത്. അതിന് മാറ്റം വന്നുകൂടല്ലോ. അത് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ കടന്നു വന്ന വഴികളെ ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമില്ല, നിരാശയുമില്ല. കാരണം യഥാർത്ഥ വെളിച്ചം ലഭിച്ചതും സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള ഉൾക്കരുത്ത് ഏകിയതും ഈ ദുരവസ്ഥയാണ്. എന്നെ അസഹ്യപ്പെടുത്തിയിരുന്നവരോട് എനിക്ക് ഒരു നീരസവുമില്ല. കാരണം മത്തായി സുവിശേഷം 5:44 നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന കർത്തൃകൽപ്പന അനുസരിക്കുവാനുള്ള അവസരം അവർ ഉണ്ടാക്കി തന്നു എന്നത് ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. പിന്നീടുള്ള നാളുകളിൽ ഒരു ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ മേട്ടനായി ചുമതലകൾ നിർവഹിച്ച് ശിഷ്ടകാലം ക്രിസ്തുവിൻ്റെ വിനീത ശിഷ്യയായി ജീവിച്ച് യോഗ്യമായ സാക്ഷ്യം പുലർത്തിയ ഓട്ടം തികച്ചതായാണ് അറിയുന്നത്. ശാരീരികമായും മാനസികമായും നമുക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടതകളും വേദനകളും വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. റോമാലേഖനം 5:3 കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് വായിക്കുന്നു. കഷ്ടതയിലൂടെ മാത്രമേ പാഠങ്ങൾ പഠിക്കുവാൻ കഴിയൂ. ഏതൊരു പാഠം പഠിക്കണമെങ്കിലും അതിൻ്റെ പിന്നിൽ പണച്ചിലവുണ്ട്, സമയച്ചിലവുണ്ട്, അധ്വാനമുണ്ട്, ഉറക്കം കുറഞ്ഞ അവസ്ഥയുണ്ട്. ഇതൊക്കെ വന്നു ഭവിക്കാം. ഈ നിലയിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചു എങ്കിൽ മാത്രമേ ചിലത് പഠിക്കാൻ കഴിയൂ. അവർക്ക് ചിലത് ഹൃദിസ്ഥമാകൂ. ക്ഷമാശീലത്തിലൂടെയും സഹനത്തിലൂടെയും സഹിഷ്ണുതയിലേക്കും സഹിഷ്ണുത സിദ്ധതയിലേക്കും നയിക്കുന്നു. സിദ്ധ വൈദ്യാശ്രമത്തിൽ ചെന്നാൽ സിദ്ധന്മാരായ വൈദ്യന്മാരെ കാണാം. അവർ നാടി പിടിച്ച് രോഗമെന്തെന്ന് പറയും. ചികിത്സാ വിധി നിർണയിക്കും. ആ വിധിപ്രകാരം നീങ്ങിയാൽ സൗഖ്യവും ഉണ്ടാകും. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1:4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അല്പം കൂടി വിശദമായി വിവരിക്കുന്ന ഭാഗമായി തോന്നുന്നു. 4-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം ഞങ്ങളെ കഷ്ടതയിലും പാടുന്നവരായിരിക്കാൻ പരിശീലിപ്പിക്കുന്നു എന്നാണ്. ഞങ്ങൾ ആ പരിശീലനം ലഭിച്ച്
കഷ്ടത അനുഭവിക്കുന്ന കൂട്ടുവിശ്വാസികളെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകുന്നു. ജീവിതത്തിൻ്റെ തിയറി മാത്രം പഠിച്ചതുകൊണ്ടായില്ല, അതിൻ്റെ പ്രായോഗിക വശവും സ്വായത്തമാക്കിയേ പറ്റൂ. അതിനല്ലേ കൂടുതൽ മാർക്ക് ലഭിക്കൂ. തിയറി നന്നായി ബൈഹാർട്ടാക്കിയാൽ മാത്രം പോരാ, പ്രാക്ടിക്കലിന് നല്ല മാർക്ക് വാങ്ങണം. രണ്ടും പാസ്സായാലേ ജയിക്കൂ എന്ന് ഓർക്കണം. 5-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുന്നവർക്കേ ആശ്വാസത്തിൻ്റെ വിലയറിയൂ. വിശപ്പുള്ളവനല്ലേ ഭക്ഷണത്തിൻ്റെ രുചി അറിയൂ. എങ്കിൽ മാത്രമേ ഭക്ഷണം നൽകിയവനോട് നന്ദിയും ഉണ്ടാവൂ. 7-ാം വാക്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന വാക്യമായിരിക്കുന്നു. കഷ്ടാനുഭവങ്ങളാണ് കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നത്. ഒരാൾ ധനവാനായി തീർന്നു എന്നറിഞ്ഞാൽ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനോ ക്രിസ്തീയ കൂട്ടായ്മ അനുഭവിപ്പാനോ അധികം ആരും സമയം വേർതിരിച്ചു എന്ന് വരികയില്ല. എന്നാൽ ഒരാൾ ക്ഷീണനായി എന്നറിഞ്ഞാൽ അനവധി ആൾക്കാർ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, പല നിലയിലുള്ള കൂട്ടായ്മകൾ നൽകുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങി പല നല്ല കാര്യങ്ങളിലും ഉത്സുകരായി എന്ന് വരാം. ആ കൂട്ടായ്മയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെട്ടു വരും. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ എന്തെന്നാൽ, ദൈവസന്നിധിയിലേക്ക് അനവധി സ്തോത്രം കരേറുവാൻ ഇടവരുമാറ് ദൈവമായ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലത് അനുവദിക്കും എന്നാണ്. ധന്യനായിരിക്കുന്ന പൗലോസ് ആശയിലൂടെ സുവിശേഷം അറിയിച്ച് പോകവേ മരണകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാനിട വന്നു. മരിക്കുമെന്ന് ഉറച്ചെങ്കിലും ദൈവം വിടുവിച്ചു. ആ വാർത്ത അറിഞ്ഞവർ ദൈവം കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്തു. അനേകർ ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ ഉയരത്തിൽ അനവധി സ്തോത്രം കരേറുവാൻ ദൈവം ഇടയാക്കി. പൗലോസിൻ്റെ ജീവിതയാത്രയിലുണ്ടായ കഷ്ടങ്ങൾ കൊണ്ട് സ്വർഗം മഹത്വമെടുത്തു എന്ന് സാരം. 22-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഇന്ന് എൻ്റെയും എന്നെപ്പോലെയുള്ള അനവധി ആളുകളുടെയും സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് ദൈവമെന്ന് ഉറക്കെ പറയാം. ഇങ്ങനെ പറയുവാൻ എൻ്റെ ശ്രോതാക്കളായ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.